അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂയാണ്. അങ്ങനെ ആ പുഴവക്കത്ത് ഇരുന്ന് അവർ ആ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു ഓഫീസർ ഇങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു CCTV ദൃശ്യത്തിന് ശേഷം 2-3-4 കടകളിലും ഇവർ ഈ പോകുന്ന ഒരു ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ നേരെ എത്തിച്ചേരുന്നത് ഈ കായലിന് അരികിലാണ്. ഈ കായലിൻ്റെ അരികിൽ നിന്ന് നിൽക്കുന്നത് വരെ ആ ദൃശ്യങ്ങൾ കറക്റ്റായിട്ട് കാണാം. പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒരു ദൃശ്യം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കായലിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരൊരു നിഗമനത്തിലെത്തുകയാണ് ഈ പോലീസുകാരന്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഇനി ഇവിടെ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ആ എവിഡൻസൊക്കെ ഈ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തിയേ തീരൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഒരു കോൺസ്റ്റബിളിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റബിൾ വന്നിട്ട് ഈ കമ്മീഷണറോട് കാര്യങ്ങളൊക്കെ പറയാണ്. സർ, ബെഞ്ചമിനെ ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് ഒരുപാട് മുങ്ങൽ വിദഗ്ധരെ റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ ഈ നാട്ടിലെ ഒരുപാട് മീൻപിടുത്തക്കാരൊക്കെ റെഡിയാണ് ഇവിടെ അന്വേഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കോൺസ്റ്റബിൾ ഈ കമ്മീഷണറോട് പറയാണ്. അപ്പോൾ ഈ കമ്മീഷണർ ഓക്കെ എന്നാൽ നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പിരിച്ചു വിടുകയാണ്. ആ കമ്മീഷണർ ആരതിനോടും സൂര്യനോടും പറയുന്നുണ്ട് ഇവിടെ അടുത്തുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെ മുങ്ങി ആ ഒരു അപകടം സംഭവിച്ചത് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. കാരണം മരിച്ചതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അപകടം പറ്റിയത് എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുകാരിയാണ്. അപ്പോൾ ഈ കേരളത്തിൽ മൊത്തം നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ടുകാരി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനെ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ റെഡിയാണ് എന്നൊക്കെ ഈ കമ്മീഷണർ പറയുമ്പോഴൊക്കെ ആരതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. സർ, പക്ഷേ എനിക്കൊരു സംശയം, ഈ കേസിനെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇവരുടെ ഒരു സംശയം പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ആരതിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ സംശയം എന്നൊക്കെ. അപ്പോൾ ആരതി പറയുന്നുണ്ട് ശ്യാമ മേഡത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയമ്മയുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് കായലിലേക്ക് വരാൻ ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ആ വണ്ടി വന്നിരിക്കുന്നത് ഒരുപാട് വളഞ്ഞും തിരിഞ്ഞുമാണ്. അപ്പം അതിനർത്ഥം അവർ ആ ഒരു കേസ് വഴി തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നാണ്. പിന്നെ ഈ പുഴവക്കത്ത് നിന്ന് എത്തുന്നത് വരെ അവർ ആ എല്ലാ CCTV ദൃശ്യങ്ങളിലും കറക്റ്റായിട്ട് തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് അവർ ഇതുവഴി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അന്വേഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർ വേണമെങ്കിൽ ഇനി ഈ ദൃശ്യങ്ങൾ വരുന്ന ആ ഒരു CCTV കാര്യങ്ങളൊക്കെ ഉള്ളത് വരെ അവർ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ഇവിടെ നിന്ന് ദിശ മാറിപ്പോയിട്ടുണ്ടെങ്കിലോ നമ്മുടെ അന്വേഷണം ഇവിടെ അങ്ങ് നിർത്തി ഇത് നിങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതും ശരിയാണ്. അവർ നമ്മളെ ഇവിടെ അന്വേഷിപ്പിച്ച് അവർ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മളിവിടെ മാത്രം അങ്ങ് അന്വേഷണം ഊർജിതമാക്കുമ്പോൾ അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സൂര്യൻ അവൻ്റെ സംശയവും അത് ആരതിയോടൊപ്പം അങ്ങ് പറയുന്നത്. അപ്പോൾ ഈ കമ്മീഷണർ പറയുന്നുണ്ട് അതും തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ ഇവിടുന്ന് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെയും അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ മാത്രം ഊർജിതാക്കുന്നില്ല, എന്തായാലും അന്വേഷണം നന്നായിട്ട് ഊർജിതാക്കണ്ടേ. ഞാനും ശ്യാമ മേഡം എന്ന് പറയുന്നത് ഞാൻ വലിയൊരു ആരാധകന് മാത്രമല്ല, ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. പിന്നെ അവരുടെ ഒരു ജീവിത പശ്ചാത്തലങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു അപകടം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും എന്നൊക്കെ ഈ കമ്മീഷണർ ഇവർക്ക് രണ്ടുപേർക്കും ഉറപ്പ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ഇങ്ങനെ മാറ്റി ഒരുങ്ങി എങ്ങോട്ടോ പോകാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ റെഡിയാക്കി അപ്പോൾ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ മാറ്റി ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്ക വെറുതെ തമാശയിൽ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. മുത്തശ്ശിക്ക് ഈയിടെയായിട്ട് നല്ല ഒരുങ്ങലൊക്കെ കൂടുതലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി വരണ്ടേ, നമ്മൾ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോവല്ലേ, നമ്മളൊരു കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സ്റ്റാൻഡേർഡിലൊക്കെ വേണ്ടേ, ഇതൊക്കെ ഇനി എനിക്ക് പഠിപ്പിച്ച് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഒരു തമാശ രൂപേണ ഇവർ രണ്ടാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരങ്ങ് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ ഓരോ തമാശയിൽ ഇവളോട് പറയുന്നുണ്ട് എൻ്റെ സൗന്ദര്യമൊന്നും എന്തായാലും നിനക്കൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കരോട് പറയണേ. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് ശരിയാണ്, എൻ്റെ മുത്തശ്ശി ഒരു ഭയങ്കര സുന്ദരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പുറത്തോട്ട് അങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവനും യശോദയും പുറത്ത് അവരങ്ങനെ കാത്തിരിക്കുകയാണ് ഹാളിൽ. അപ്പോൾ ഇവർ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ദേവനും യശോദയും കൂടി അവരെ അങ്ങ് വിളിക്കുകയാണ്. ദേവൻ വിളിക്കുന്നത് കേട്ടിട്ട് ഒന്നിങ്ങോട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടി മുഖമൊക്കെ നോക്കുന്നുണ്ട്, എന്തിനാവോ ദേവനെ പോയി വിളിക്കുന്നത് എന്നുള്ളൊരു മട്ടില്ലേ. അപ്പോൾ സുകുമാരി മുത്തശ്ശി പ്രിയങ്കനോട് വാ മോളെ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ദേവൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ദേവൻ എന്ന് പറയുന്നത് അവരോട് ഒരുപാട് കാല് പിടിച്ച് അപേക്ഷിക്കുന്ന രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്.
ദേവന് പിന്നെ ഇവരോട് അങ്ങ് സംസാരിക്കുകയാണ്. അപ്പം പ്രിയങ്കനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോളെ അടുത്തൊന്ന് പോയാലോ, രാധിക മോളുടെ അടുത്തേക്കൊന്ന് പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ശ്യാമയുടെ ഈ അവസ്ഥ വെച്ചിട്ട് അവളുടെ അടുത്തേക്കൊന്ന് പോയി നോക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതിന് നിങ്ങളെന്തിനാ എന്നോട് പെർമിഷൻ ചോദിക്കുന്നത്? എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ അവളുടെ അടുത്തേക്ക് പോകുന്നത്, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളൊരു ഒരു മയമില്ലാതെ അങ്ങ് സംസാരിക്കുകയാണ്. അവൻ ദേവൻ പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾ അവിടെ വെച്ച് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കണിമംഗലത്തേക്ക് പോകാൻ ഭയങ്കര മടിയാണ്. കാരണം അങ്ങനെ അവരെ ഫേസ് ചെയ്യുന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾക്ക് നല്ല മടിയുണ്ട്. പിന്നെ കണിമംഗലത്തിൻ്റെ അവസ്ഥ ഇപ്പം വളരെ മോശമാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരുപാട് അവരുടെ കമ്പനികൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ ഇവർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ് ഈ സുകുമാരത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ കണിമംഗലത്തുകാർ തിരിച്ചു തന്ന ആ 3 കോടി രൂപ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ അവർക്ക് തന്നെ കൊടുത്താൽ അവർക്ക് ഈ ഒരു അവസരത്തിൽ അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ പണം തിരിച്ച് തന്നെ കൊടുക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഏതെന്തായാലും നടക്കില്ല എന്ന് തന്നെയാണ് അവളുടെ മുഖത്ത്. പക്ഷേ നമ്മുടെ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല പ്രിയങ്ക മോളെ, നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ പൈസ കൂടുതലൊന്നും നമ്മൾ പിൻവലിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല മുത്തശ്ശി, ആകെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നത്, എന്നാൽ നമുക്ക് ഇന്ന് ബാങ്കിൽ അങ്ങ് പോയി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അവൻ പ്രിയങ്ക എന്തിന് എന്നുള്ള രീതിയിൽ സുകുമാരി മുത്തശ്ശിനെ അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, വാ നമുക്കിന്ന് ബാങ്ക് പോയിട്ട് ആ പണം മൊത്തം വിഡ്രോ ചെയ്യുക, എന്നിട്ട് ആ പണം നമുക്ക് കണിമംഗലത്തുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് അതൊരു വലിയ സഹായമാകും എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, അമ്മയുടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്നറിയുമ്പോഴുള്ള ആ ഒരു മനസ്സലിവ്, അത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അമ്മ ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, അതിന് ഞാൻ കാല് പിടിച്ച് നന്ദി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ അവരുടെ മുന്നിൽ അങ്ങ് കൈകൂപ്പി നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അങ്ങ് അട്ടഹസിച്ച് അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് തീരെ ബുദ്ധിയില്ല എൻ്റെ ദേവ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചിരിക്കുന്നത്. അവൻ ദേവൻ എന്താ ഇപ്പോൾ ഇവർ പെട്ടെന്നൊരു മനംമാറ്റം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ദേവൻ അവരെ അങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നീ ചിന്തിക്കാൻ കൂടി പാടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോലും നിനക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചിരിക്കുന്നത് കാണുമ്പോഴാണ് ഇവർ രണ്ടുപേരും പറ്റിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു മട്ടിൽ ദേവൻ അങ്ങ് നിൽക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും കൊടുക്കില്ല, അതെ ഞങ്ങൾ നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ്, ഞങ്ങളത് വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പോവുകയാണ്, വാടി മോളെ, ഞങ്ങളെന്തായാലും അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. ആ കണിമംഗലത്തുകാർ നശിച്ച് നാറാണക്കല്ലെടുത്താലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അവരിനി പുറത്ത് പോയി പിച്ച തണ്ടിയാലും ഇനി ആ കുടുംബം തന്നെ തകർന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എൻ്റെ കണ്ണീര് വീണ മണ്ണാണ് ആ കണിമംഗലം, അതുകൊണ്ട് അത് നശിച്ച് കാണാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ സുകുമാരി മുത്തശ്ശി ആ കണിമംഗലത്തിനെ കുറച്ച് ബ്രാക്കൊക്കെ ബ്രാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ യശോദ ദേവനോട് പറയുന്നുണ്ട്, അമ്മയുടെ ആ പ്രിയങ്കയുടെ ആ ഒരു അഹങ്കാരം കണ്ടില്ലേ ദേവേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, അവരുടെ അഹങ്കാരമൊക്കെ എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ തീരും. ആ ഒരു പണത്തിൻ്റെ മേലിലാണ് അവർ ആ അഹങ്കാരം കാണിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തീരും എന്നൊക്കെ ഇങ്ങനെ ദേവനും പറയാണ്. ആ പണം കൊണ്ടുള്ള ആ ഒരു അഹങ്കാരമൊക്കെ എന്തായാലും എത്ര കാലം പോകും എന്നൊന്നും അറിയില്ലല്ലോ. അവരുടെ ആ കയ്യിൽ നിന്ന് ആ പണം പോയാലും അവരുടെ അഹങ്കാരമൊക്കെ തനിയെ അങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിൽ ഇവരങ്ങ് നിരാശരായി സംസാരിക്കുന്നു. എന്നിട്ട് നമ്മുടെ യശോദ പറയുന്നുണ്ട്, അല്ല നമുക്ക് രാധികമ്മയുടെ അടുത്തേക്കൊന്ന് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, രാധികമ്മയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണം, പക്ഷേ ഇനി വേണ്ട, അങ്ങോട്ട് അങ്ങ് കയറി ചെല്ലാനുള്ളൊരു ധൈര്യമില്ല, ഒരു നാണക്കേട് പോലെയാണ്, അതുകൊണ്ട് ഇനി എപ്പോൾ എന്തായാലും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ യാത്ര അങ്ങ് മുടങ്ങി നിൽക്കുകയാണ്. പിന്നെ കണിമംഗലത്താണെങ്കിൽ നമ്മുടെ രാധിക ഇപ്പോഴും ആ ബെഡ് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരുണാണെങ്കിൽ അവളുടെ അരികിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവളിങ്ങനെ സ്വപ്നം കാണുകയാണ്. ആ ശ്യാമയായിട്ടുള്ള ഒരുമിച്ചുള്ള ഓരോ നിമിഷങ്ങളും ഇവളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ പെട്ടെന്ന് അങ്ങ് എണീക്കുകയാണ്. അപ്പോൾ വരുൺ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ വീണ്ടും സ്വപ്നം കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ എനിക്കൊന്ന് കാണണം, അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നിനക്ക് ദൈവത്തിൽ വിശ്വാസമല്ലേ, ദൈവം കാരണമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലം പിരിഞ്ഞിരുന്നത് ഒരുമിച്ച് നിർത്തിയത്. അപ്പോൾ ആ ദൈവം എങ്ങനെ പിന്നെ നിൻ്റെ അമ്മനെ മരിപ്പിച്ച് കളയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഈ വരുൺ അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ ദൈവവിശ്വാസമൊക്കെ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. വരുൺ അവളെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ ആവുമെന്നും വേണ്ട, നിൻ്റെ അമ്മ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അത് ഇപ്പം
ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു വേണ്ട. എന്തായാലും നമുക്ക് അവരുടെ എവിഡൻസ് അല്ലേ കിട്ടിയിട്ടുള്ളൂ. ശമമയുടെ എവിടെയാണ് എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവളെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ ആ ഒരു ആശ്വാസം കണ്ടെത്തി ഇവളിങ്ങനെ കുറച്ച് നേരം ഒരു സമാധാനത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ആ ഒരു അമ്മനെ കാണാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിൽ നിൽക്കുകയാണ്. പിന്നെ പരമേശ്വരന് സൂര്യനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പരമേശ്വരൻ പറയുന്നുണ്ട് ശ്യാമേനെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു എവിഡൻസ് ആ പുഴയിൽ അരികിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ബാക്കി സംഭവിച്ചതെന്നുള്ള അന്വേഷണമൊക്കെ ഊർജിതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ശ്യാമ മേഡത്തിന് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരട്ടെ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം എന്നൊക്കെ അങ്ങനെ ഇവർ പറയാണ്. അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് ശരിയാണ്, ക്ഷമ മേഡത്തിന് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. പക്ഷേ നമ്മുടെ കാര്യം വളരെ മോശമാണ്. ഇപ്പം ആണെങ്കിൽ കമ്പനിയിൽ ഈ സ്റ്റാഫുകൾക്ക് ഇടയിൽ തന്നെ ഒരു ചർച്ചയുണ്ട് കണിമംഗലം തകരാൻ പോകുകയാണ് എന്നുള്ളതിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ഈ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരും. അപ്പോൾ അത് ഏത് നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് രണ്ടുപേർക്കും 2-3 ഇടങ്ങളിലൊന്ന് പോകാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു പരിചയക്കാരോട് പണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പരമേശ്വരൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട് എനിക്ക് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെങ്കിലും ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ ജപ്തിക്ക് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തീർത്താൽ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ. ശ്രമം പരാജയമാണെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി പോലും നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള കഴിവ് ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അച്ഛനും ഭയങ്കരമായിട്ട് നിരാശനായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വാ എന്തായാലും നമുക്ക് അച്ഛൻ പോയി നോക്കാം, അവരുടെ അടുത്തുനിന്നൊരു സഹായം കിട്ടിയാലോ എന്നുള്ള മട്ടിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രിയങ്ക സുകുമാരി മുത്തശ്ശി ഒരു കമ്പനി ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്യാബിൽ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. അവൻ പ്രിയങ്ക പറയുന്നുണ്ട് ഇപ്പം മുത്തശ്ശിനെ കണ്ട ഒരു പ്രൊഡ്യൂസറെ പോലെ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ശരത്തും ഉണ്ട് അവിടെ കൂടെ. അപ്പോൾ ശരത്ത് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് അതേ ഇപ്പം മുത്തശ്ശിനെ കണ്ടാൽ ശരിക്കും ഒരു പ്രൊഡ്യൂസർ പോലെ തന്നെയുണ്ട് എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് 2 എഴുത്തുകാർ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അവരെന്ന് പറയുന്ന വലിയ ഫേമസ് എഴുത്തുകാരാണ്, വലിയ വലിയ സൂപ്പർ സ്റ്റാറിനൊക്കെ സിനിമ എഴുതി കൊടുക്കുന്ന ആളുകളാണ്. അവരൊക്കെയാണ് ഈ സൂപ്പർ സ്റ്റാർസുകളൊക്കെയാണ് ഈ എഴുത്തുകാരെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 2 പേരാണ്. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് ഇപ്പോൾ വരും. അപ്പോൾ ഈ വരുന്ന സമയത്തിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യും വേണം, അവരോട് നല്ല രീതിയിലൊക്കെ പെരുമാറണം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഒരു സുകുമാരി മുത്തശ്ശി ഓക്കെ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവർ വന്നാൽ അവരുടെ കഥ കേൾക്കുക, അവരെ കഥ കേട്ടിട്ട് അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് അവർ എഴുതാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെ അങ്ങ് വിടുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് അവരുടെ സാഹചര്യത്തിൽ അങ്ങനെ വിടുക, നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ എഴുതാൻ പറയുന്നതാണ്, അപ്പം നമ്മൾ പറയുന്ന ഇടത്ത് തന്നെ അവരെ എഴുതണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പ്രിയങ്കയും കൂടി സുകുമാരി മുത്തശ്ശിനോട് പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശി അങ്ങനെയൊന്നും അല്ല, അവർക്ക് എഴുതണമെങ്കിൽ അതിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ, അതിൻ്റേതായ ഒരു സാഹചര്യം വേണം, അവിടെ അവരെ എഴുതൂ, അപ്പോഴേ നല്ല കഥകളൊക്കെ ഉണ്ടാകും എന്നൊക്കെ അങ്ങനെ ഈ പ്രിയങ്കയെ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും അവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 2 പേരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എഴുത്തുകാരങ്ങ് കയറി വരുന്നൊക്കെ ഉണ്ട്. അവൻ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഇരുത്തുകയാണ്. അപ്പോൾ ഈ ശരത്ത് ഇങ്ങനെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി നല്ല റഫായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ശരത്ത് മെല്ലെ ഈ എഴുത്തുകാരോട് പറയുന്നുണ്ട് അത് പ്രൊഡ്യൂസർ കുറച്ച് ദേഷ്യക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ കഥ പറയാണ്. അപ്പോൾ ഇവർ കഥ പറയാണ് ഒരു പണക്കാരനായ ഒരു ചെറുക്കൻ്റെ കഥയും പിന്നെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ നേരിട്ട് കാണുന്നൊരു പ്രണയകഥയാണ് അവർ എഴുതാൻ പോകുന്നതെന്നും അങ്ങനെ അവർ പ്രണയത്തിലായി ആ പാവപ്പെട്ട പെൺകുട്ടിയായിട്ട് ആദ്യം ഉടക്കാണെങ്കിൽ പിന്നെ അതൊരു പ്രണയത്തിലേക്ക് വഴി മാറിയതും പിന്നെ വേറൊരു പെൺകുട്ടി അവരുടെ ഇടയിലേക്ക് വരുന്നതും ആ പെൺകുട്ടി ഈ മനു എന്ന് പറയുന്ന കഥാപാത്രമാണ് അവർ ആ ഒരു നായകന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനുവിനെ അവന് സ്വന്തമാക്കണം എന്നൊക്കെ പറയുന്നതുമാണ് കഥ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ വേണമെങ്കിൽ നമ്മുടെ രാധികയുടെയും പ്രിയങ്കയുടെയും ഒരു സാഹചര്യമായിട്ടൊക്കെ ഒരു കണക്ഷൻ വേണമെങ്കിൽ സുകുമാരിക്ക് തോന്നിയിട്ടോ എന്താ അറിയില്ല. സുകുമാരി എണീറ്റ് പോടാ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങ് തെറി പറയാണ്. അപ്പോൾ ആ ഒരു ഷോക്കിലാണ് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നത്. സുകുമാരി മുത്തശ്ശി എന്ത് കണ്ടിട്ടാണ് അത്രയും വലിയ ഫേമസ് ആയ എഴുത്തുകാരെ തെറി വിളിച്ചത് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നാളത്തെ എപ്പിസോഡിൽ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അച്ഛനും സൂര്യയ്ക്ക് എവിടെ നിന്നും സഹായങ്ങളൊന്നും കിട്ടാതെ അവർ നിരാശരായി പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.